ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്? ഫർള് നിസ്കാരം ഖളാ ഉള്ളവർക്ക് സുന്നത്ത് നിസ്കാരം പറ്റുമോ? തുടങ്ങിയ ചില അതിപ്രസക്തമായ സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആദ്യമായി പറയട്ടെ, നിസ്കാരം അത് നിർബന്ധമാണ്. മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം എന്നത് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത് നിസ്കാരമാണ്. നിസ്കാരത്തെ പറ്റിയാണ് ആദ്യമായി ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുക എന്നാണ്. ഖബറിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അതിപ്രധാനമായ മേഖലയാണ് നിസ്കാരം. നിസ്കാരമില്ലാത്തവന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു ഖൈറും കൊടുക്കില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ്, പ്രത്യേകിച്ച് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അതായത് ചില സഹോദരന്മാരൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് ചില ചെറുപ്പക്കാരൊക്കെ, ഉസ്താദേ ഞങ്ങളുടെ നല്ല പ്രായത്തിൽ, ഞങ്ങളുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ആ യുവത്വ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല. അന്ന് വലിയ ഫാഷനായി, വലിയ അടിച്ചുപൊളിയായി ഞങ്ങൾ ജീവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുകയായിരുന്നു. ശേഷം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, പതിയെ യൂട്യൂബൊക്കെ ഞാനൊന്ന് കാണാൻ തുടങ്ങി. ഇസ്ലാമിക് വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും നിസ്കാരം ഖളാ ആക്കിയാൽ എന്തൊക്കെയാണ് ശിക്ഷ എന്നും അതുപോലെ തന്നെ നിസ്കാരം ഖളാ ഉള്ളവർ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്നുള്ള ആ ബോധമൊക്കെ ഇപ്പോഴാണ് എനിക്കുണ്ടായത്. എൻ്റെ ജീവിതകാലത്ത് കഴിഞ്ഞുപോയ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം 25 വർഷം എൻ്റെ നിസ്കാരമൊക്കെ ഖളാ വീട്ടാൻ എനിക്കുണ്ട് ഉസ്താദേ, ഞാൻ എങ്ങനെയാണ് ഖളാ വീട്ടുക? അവർക്കുള്ള മറുപടി മഹാനായ സക്കരിയുൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഫർള് നിസ്കാരം ഖളാ ഉള്ള ഒരു ആൾ, അയാൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്നോ ഇവിടെ മഹത്തുക്കൾ പറയുന്നു. അയാളുടെ ജീവിതത്തിലെ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിച്ച്, അതായത് അയാളുടെ ഭക്ഷണം, അയാളുടെ ഉറക്കം, അയാളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ, അതുപോലെ അയാളുടെ ജോലി, ഈ 3-4 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഏത് സമയം ഒഴിവ് കിട്ടിയാലും അയാൾ ചെയ്യേണ്ടത് ഈ ഫർളായ നിസ്കാരങ്ങൾ ഖളാ വീട്ടലാണ്. അതായത് പത്രം വായിക്കാൻ നിൽക്കണ്ട, മറ്റ് ഒരു രസത്തിനും സുഖത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച്, അയാൾ മൊബൈലിൻ്റെ അമിത ഉപയോഗം മാറ്റിവെച്ച് അയാൾ ബാക്കിയുള്ള സമയമെല്ലാം നിസ്കാരം ഖളാ വീട്ടലാണ് വേണ്ടത്. എത്രമാത്രം സുന്നത്ത് നിസ്കാരങ്ങൾ പോലും മാറ്റിവെച്ച് അയാൾ ബാക്കിയുള്ള സമയത്തെല്ലാം ഈ ഫർള് നിസ്കാരങ്ങൾ നിസ്കരിക്കലാണ് വേണ്ടത്. അത് ഈ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നമുക്കുള്ള സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, ആ സമയത്ത് പോലും എന്ത് ചെയ്യണം? ഈ നിസ്കാരം ഇങ്ങനെ ഖളാ വീട്ടണമെന്നാണ്.